मोहब्बत ഞങ്ങളോട് വിവാഹം നടന്നത് മോദി സാഹിബിനോടായി പോയി. लेकिन क्या हुआ मुझे मालूम नहीं. वो तो प्रेम हमारे साथ किए, मोहब्बत हमारे साथ, शादी मोदी साहब के साथ की. ये रिसेंटली हुआ, तो आप ऐसा माने मुझे मालूम नहीं है. നിങ്ങളുടെ 11 അംഗങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചു. അങ്ങനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ വിജയിപ്പിച്ചു. Yes, I know that you have a problem with us. Yeah. Though we made you the minister, without support only you became the minister. You understand that? You forget that. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ജയറാം രമേശിന് സന്തോഷമായി. നന്ദി, നമസ്കാരം. Don't provoke me to say that. Okay. Today you praise all the retired. No, he provoked me. That's why I'm saying. നമസ്കാരം. പാർലമെന്റിൽ ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യസഭയിലുള്ള ഒരു പരിപാടിയുണ്ട്. എം പിമാരുടെ കാലാവധി പൂർത്തിയാകുമ്പോഴുള്ള ഒരു യാത്രയപ്പ്. ഞാനത് നല്ല നിലയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇന്നലെ രാജ്യസഭയിൽ 59 എം പിമാരുടെ ഒരു യാത്രയപ്പ് പരിപാടി നടന്നു. ആ യാത്രയപ്പിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ കക്ഷി നേതാക്കളും സംസാരിക്കും. അതിൻ്റെ തുടർച്ചയായി ഒരു മറുപടി പ്രസംഗം ഉണ്ടാകും. അതിൻ്റെ നല്ല ഒരു രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഇന്നലത്തെ 59 എം പിമാരുടെ യാത്രയപ്പ് പരിപാടി വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അതിൽ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത്. ഒരു പ്രധാന നേതാവ്, ഇന്നലെ കാലാവധി പൂർത്തിയായ ഒരു പ്രധാനപ്പെട്ട ആൾ മല്ലികാർജുൻ ഖാർഗെയാണ്. പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ CPM കോൺഗ്രസിനോട് കടുത്ത ഫൈറ്റിലാണ്. ഈ സാഹചര്യത്തിലാണ് AICCയുടെ പ്രസിഡന്റ് കൂടിയായ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ നിന്ന് യാത്രയപ്പ് നേടി പുറത്തേക്ക് പോകുന്നത്. അതിൽ CPMൻ്റെ രാജ്യസഭയിലെ കക്ഷി നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് ഖാർഗെയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരു നല്ല വാക്ക് പറയുന്നുണ്ട്. അത് കേൾക്കാൻ രസമാണ്. നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് തുടങ്ങാണ്. Kharge-ji, he is coming back. Kharge-ji, I am sure about it. See, after when we are traveling from Kerala, once we cross Vindhyas, he is our leader, and I always respect him because he has been always a champion of the trade union. ഇതൊരു നല്ല വാക്കാണ്. അത് കഴിഞ്ഞ് കോൺഗ്രസിനിട്ടൊരു ഒരു പടക്കം പൊട്ടിക്കലുണ്ട് ബ്രിട്ടാസിൻ്റെ. അത് വീഡിയോയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഖാർഗെയുടെ ഒരു മറുപടി പ്രസംഗമുണ്ട്. ഖാർഗെ പറഞ്ഞതിൻ്റെ മലയാളം അത് ഗംഭീരമായ പ്രസംഗമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ചില ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിൻ്റെ മലയാളം ഞാൻ പറയാം. അദ്ദേഹം പറയുന്നു, എനിക്ക് കുറച്ചു വാക്കുകളിൽ വളരെയധികം പറയാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ പല MPമാരും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ വിടവാങ്ങലിൻ്റെ പരാമർശം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിറയുന്നു. ഞങ്ങൾ വിടവാങ്ങുന്നവരിൽ പലരും ഇവിടെ വീണ്ടും വരും. പക്ഷേ ഞങ്ങളുടെ പല അംഗങ്ങളും ഏതെങ്കിലും കാരണത്താൽ വീണ്ടും ഇവിടെ വരാതിരിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുകയാണല്ലോ. സഹപ്രവർത്തകരുടെ വിടവാങ്ങൽ അവസരത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, രാജ്യസഭ ഒരു സ്ഥിരവും തുടർച്ചയുള്ളതുമായ ഹൗസാണ്. MPമാർ ഇവിടെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു. ഓരോ 2 വർഷവും 1/3 ഭാഗം അംഗങ്ങളും വിരമിക്കും. ഇന്ന് അതേ ക്രമം ആവർത്തിക്കപ്പെടുന്നു. രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നവർ പൊതുജീവിതത്തിൽ ഒരിക്കലും വിരമിക്കുന്നില്ല. രാജ്യസേവനത്തിൻ്റെ ജ്വലനത്തിൽ ക്ഷീണിക്കുന്നുമില്ല, വിരമിക്കുന്നില്ല. ഞാൻ എൻ്റെ നീണ്ട പാർലമെൻ്ററി ജീവിതത്തിൽ ആദ്യമായി 2022 ഫെബ്രുവരി 16 മുതൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഈ സഭയിൽ നിന്ന് എൻ്റെ ആദ്യ കാലാവധി പൂർത്തിയാകാൻ പോകുന്നു. പക്ഷേ രാജ്യസഭയിലെ പണ്ഡിതരായ MP സഹപ്രവർത്തകരോടൊപ്പം ഞാൻ നേടിയ അനുഭവം ഏറ്റവും വ്യത്യസ്തവും പ്രധാനവുമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഒരുപാടുള്ളതാണ്. കാരണം ഞാൻ കുറഞ്ഞത് 30-39 വർഷം അസംബ്ലിയിലായിരുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോൾ 20 വർഷമായി. മൊത്തം 55 വർഷത്തോളം ആയി. ആ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ അതിന് ശ്രമിച്ചു. എൻ്റെ മുഴുവൻ പാർലമെൻ്ററി ജീവിതത്തിലും ഞാൻ സഭയിൽ പതിവായി ഹാജരാകാനും ചർച്ചകളിൽ പങ്കെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളിൽ നിന്ന്, വിവിധ ആശയധാരകളിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഏറെ പഠിക്കാനുണ്ടാവും. എനിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ 54 വർഷം പൂർത്തിയായി എങ്കിലും ഇപ്പോഴും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഓരോ മനുഷ്യനും പൂർണ്ണജ്ഞാനിയല്ല. അവൻ്റെ ജ്ഞാനം അവൻ വായിക്കുന്നത് പോലെ, കേൾക്കുന്നത് പോലെ, പഠിക്കുന്നത് പോലെ ഓരോ കാലത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് മികച്ച രാഷ്ട്രീയ നേതാവ് അടക്കമുള്ള മികച്ച വ്യക്തിത്വമായി മാറാൻ കഴിയൂ. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം എല്ലാ ഭാഗത്തു നിന്നും കാര്യങ്ങൾ കേൾക്കുക, പഠിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ സഭയിൽ എനിക്ക് വളരെയധികം സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സഭയെ കൂടുതൽ അർത്ഥവത്താക്കാൻ വളരെയധികം ശ്രമങ്ങൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സഭ സമൂഹത്തിനും രാജ്യത്തിനും മെച്ചപ്പെട്ട സന്ദേശം
നിർദ്ദേശം നൽകുകയും മാർഗദർശനം നൽകുകയും ചെയ്യും. ആദ്യം ശ്രീ HD ദേവഗൌഡയെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി പോലെ പല സ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. എനിക്ക് ദേവഗൌഡയെ 54 വർഷമായി അറിയാം. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അദ്ദേഹം ഞങ്ങളോട് വളരെയധികം പ്രണയം നടിച്ചതാണ്. പക്ഷേ മൊഹബത്ത് ഞങ്ങളോട് വിവാഹം നടന്നത് മോദി സാഹിബിനോടായിപ്പോയി. അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കണം എന്നറിയില്ല എന്ന് അദ്ദേഹം ഖാർഗെ പറഞ്ഞപ്പോൾ സഭയാകെ ചിരി പടർന്നു. കാരണം കോൺഗ്രസിനൊപ്പം കൂടി ഒടുക്കം സഖ്യം കൂടിയത് BJP-ക്കൊപ്പമാണ് എന്നതാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. लेकिन क्या हुआ मुझे मालूम नहीं. वो तो प्रेम हमारे साथ किए, मोहब्बत हमारे साथ शादी मोदी साहब के साथ की. ये रिसेंटली हुआ, तो आप ऐसा माने मुझे मालूम नहीं है. പിന്നാലെ ഓരോരുത്തരെ കുറിച്ചായി അദ്ദേഹം ഖാർഗെ എടുത്തു പറയുന്നുണ്ട്. അഭിഷേക് മനു സിംഗ്വി മുതൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് ഫൂലൻ ദേവി വരെയുള്ള ആളുകളുടെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നല്ല നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷ MPമാരുടെയും തുല്യ പങ്കുണ്ട്. പാർലമെന്ററി സമിതികളിൽ അവരുടെ പ്രധാന പങ്കുണ്ട്. പരസ്പരം സഹകരണത്തോടെ നമുക്ക് സഹായിക്കാം, വിദ്വേഷത്തോടെയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ എത്രയധികം ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവോ അത്രയധികം നല്ലത്, എത്രയധികം അകറ്റി നിർത്തുന്നുവോ അത്രയധികം തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാവരും ഗൗരവത്തോടെ ചിന്തിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ റോളുകളിൽ തടസ്സം വരുത്തുന്നത് പാർലമെന്ററി സ്ഥാപനത്തെ ദുർബലമാക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഗൗരവമായി ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സഭ കൂടുതൽ സമയം സമ്മേളിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗൗരവ ചർച്ചകൾ നടത്തുകയും വേണം. പ്രധാനമന്ത്രിജി ഇവിടെയുണ്ട്. ദീർഘകാല സെഷനുകൾ നടത്തിയാൽ ചർച്ചകൾ നല്ലതാകും എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രധാന ബില്ലുകൾക്ക് ഇപ്പോൾ കുറഞ്ഞ സമയം മാത്രമാണ് നൽകുന്നത്. ചില ബില്ലുകൾക്കോ പ്രോഗ്രാമുകൾക്കോ 48 മണിക്കൂർ, ചിലതിന് 23 ദിവസം. അങ്ങനെ ആകരുത്. സെഷൻ കുറച്ച് ദിവസം കൂടി നീട്ടിയാലും പ്രശ്നമില്ല. പക്ഷേ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകണം. പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളാണ് സഭയിലിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ദിവസം ലഭിച്ചാൽ എല്ലാവരും ചേർന്ന് നല്ല ബില്ലുകൾ ഉണ്ടാക്കാൻ കഴിയും, നല്ല നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ദരിദ്രർ, ദുർബല വിഭാഗങ്ങൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണം. പലപ്പോഴും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം അതിനെ വിമർശനമായി കാണുകയും കേൾക്കാതെ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ ജനങ്ങളുടെ ആശങ്കകളിൽ ഗൗരവമായി ശ്രദ്ധിക്കണം. പരിമിത അവസരങ്ങളിൽ പോലും MPമാർ പ്രധാന കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അവരെ പ്രൊസീഡിങ്സിൽ നിന്ന് നീക്കം ചെയ്യുന്നു. എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഞാൻ നിങ്ങൾക്ക് 2 കത്തുകൾ എഴുതി. അതിൽ അൺപാർലമെന്ററി വാക്കുകൾ ഒന്നുമില്ല. പക്ഷേ 1-2 വാക്കുകൾ നീക്കിയാൽ മുഴുവൻ വാക്യത്തിൻ്റെ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് ഗൗരവമായി എടുക്കണം. പെട്ടെന്ന് ഇത് നീക്കുക, അത് നീക്കുക എന്ന നിലപാട് ഡിബേറ്റിന് തന്നെ നഷ്ടമാവും. നമ്മുടെ പ്രൊസീഡിങ്സ് വായിക്കുന്നവർ ചിന്തിക്കും, ഇതെന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്ന്. അർത്ഥരഹിതമായ കാര്യമാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ അർത്ഥരഹിതമായി സംസാരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് നൽകരുത്. സർ, രാജ്യസഭയുടെ നിയമങ്ങളും നടപടിക്രമങ്ങളും യഥാസമയത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ വിഷയം ഇപ്പോൾ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ മുമ്പിലുണ്ട്. ഗൗരവമായി ചിന്തിക്കണം. നടപടിക്രമ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ പാർലമെന്ററി ഡെമോക്രസിയിൽ വിമർശനമുണ്ടാകും. നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയും. ഇതാണ് ഡെമോക്രസിയുടെ രീതി. തെറ്റ് പറഞ്ഞാൽ ലജ്ജിക്കേണ്ടി വരും. പക്ഷേ തെറ്റിനെ ശരിയാക്കാൻ ശ്രമിക്കരുത്. पर जहां भी जाना अपनी छाप कुछ ऐसे छोड़ जाना कि हर कोई गुनगुनाए तुम्हारे ही तरह. इस बातों के साथ എല്ലാവർക്കും ആശംസകൾ നേരുന്ന ഈ കവിത ശകലം പറഞ്ഞുകൊണ്ടാണ് ഖാർഗെ പ്രസംഗം നിർത്തിയത്. ഇനി നമുക്ക് ബ്രിട്ടാസിന്റെ ആ പടക്കം പൊട്ടിക്കൽ കാണാം. ബ്രിട്ടാസ് ഓരോരുത്തരെയായി വിലയിരുത്തി പോകുമ്പോൾ ജയറാം രമേശുമായി ഒരു തർക്കമുണ്ടായി. കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ കുറിച്ച് പറയുമ്പോഴാണത്. ബ്രിട്ടാസ് പറഞ്ഞു, ദിഗ്വിജയ് സിംഗ് എപ്പോഴും ഞങ്ങളെ കോമ്രേഡ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളിൽ അദ്ദേഹം മാത്രമാണ് സഖാക്കളെ ബഹുമാനിച്ചത്. ജയറാം ജി എന്നെ ഒരിക്കലും കോമ്രേഡ് എന്ന് വിളിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും CPM ശക്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ടപ്പോൾ ജയറാം രമേശ് എതിർവാദം ഉന്നയിച്ചു. അപ്പോൾ ബ്രിട്ടാസ് തിരിച്ചടിച്ചു, ജയറാം ജി, എനിക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളോട് പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങളെ മന്ത്രിയാക്കി എങ്കിലും ഞങ്ങളുടെ സപ്പോർട്ടില്ലാതെ നിങ്ങൾ എങ്ങനെ മന്ത്രിയായി എന്ന് ആലോചിക്കണം. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. CPM പിന്തുണയിൽ 2 ടേം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ജയറാം രമേശ് അടക്കം മന്ത്രിയുമായിരുന്ന ആ കാലത്തെ ഓർമ്മിപ്പിച്ചായിരുന്നു ബ്രിട്ടാസിന്റെ ഈ തിരിച്ചടി. ജയറാം രമേശിന് നാണക്കേടായില്ലേ? BJP അധികാരത്തിൽ നിന്ന് അകറ്റാൻ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉപാധിയുമില്ലാതെ സപ്പോർട്ട് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടാസ് വീണ്ടും തുടർന്നു. നിങ്ങളത് തിരിച്ചു കാണിക്കുന്നതേയില്ല. നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം. വീണ്ടും ജയറാം രമേശ് തർക്കിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ച കഥയും കൂടി ബ്രിട്ടാസ് എടുത്തടിച്ചു. Yes, I know that you have a problem with us. Yeah. Though we made you the minister, without support only you became the minister. You understand that? You forget that. നിങ്ങളുടെ 11 അംഗങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചു. അങ്ങനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിച്ചു. We extended the unconditional support to the Congress party because we had the conviction
to keep away the BJP from power. You don't reciprocate sentiments. You will never do that. I know that. Yes, I know that. Hey, Mr. Jayara Ramesh, 11 MLAs of Congress deserted you. You had a truck with BJP. That way BJP has 2 more MPs in this house. നിങ്ങൾക്ക് ബി ജെ പിയുമായി നല്ല ട്രാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഈ ഹൗസിൽ 2 MP എണ്ണം ചുമ്മാ കൂട്ടാനായത്. അത് പറയാൻ എന്നെ നിർബന്ധിതനാക്കരുത്. അതിന് പിന്നാലെ CP രാധാകൃഷ്ണൻ ചെയർ ഈ തർക്കത്തിന് അല്ല യാത്രയപ്പ് പ്രസംഗത്തിനുള്ള അവസരമാണ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അലമ്പാക്കല്ലേ എന്ന് ഓർമ്മിച്ചതോടെ ബ്രിട്ടാസ് നിർത്തി. Don't provoke me to say that. Okay. Today you praise all the retiring. No, he provoked me. That's why I'm saying, sir. Everybody knows you both are complimenting each other. Yeah, thank you, sir. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ജയറാം രമേശിന് സന്തോഷമായി. നന്ദി, നമസ്കാരം.